record this shit? നാളെ പോണോന്നല്ലേ പറഞ്ഞേ? മൺഡേ മോർണിംഗ് എന്നാ പറഞ്ഞേ. കേറി സംസാരിച്ച എന്റെ അപ്പനും അമ്മയും ഒരു കാര്യം പറയുമ്പോ അത് എന്റെ ഉത്തരവാദിത്തം ചെയ്യാൻ. അപ്പച്ച വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ല. ഇപ്പൊ പോണോന്ന് ആരും ഇവിടെ പറഞ്ഞില്ല. നാളെ പോണോന്നല്ല പറഞ്ഞേ, മൺഡേ മോർണിംഗ് പോണെന്നാ പറഞ്ഞു. അങ്ങനെ പോകാൻ പാടില്ല. എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യമായിട്ടല്ല ട്രാവൽ ചെയ്യുന്നത്. ഇതെന്റെ 41ാമത്തെ രാജ്യമാണ്. നിങ്ങളെല്ലാം വീഡിയോ കാണുന്നല്ലേ ഞാൻ എവിടേക്കാ താമസിക്കുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നുള്ളത്. അല്ലാണ്ട് ഇവരൊപ്പം ലോകം കാണാത്തവരല്ല ഞാൻ. ലോകം കാണാൻ ഞങ്ങളാരും ലോകം കാണാതിരിക്കുന്നില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എനിക്ക് ഫ്ലൈറ്റ് അത് നാളെ പോണെന്ന് പറഞ്ഞില്ലേ. ഞാൻ മൺഡേ നാളത്തേക്ക് വേറെ അക്കോമഡേഷൻ നോക്കണം. മൺഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞത്. ഐ ഡിഡ് നോട്ട് സേ ടുമോറോ. ഡു നോട്ട് ട്രൈ. അതിന്റെ അർത്ഥം എന്തുവാ? എനിക്ക് നിങ്ങളുടെ നാട്ടിലുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. എന്റെ അപ്പനും അമ്മ എന്നെ സ്കൂളിൽ വിട്ട അതുപോലെയൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. Do not disrespect me in my home. And that's the tone that you both of you guys are taking. അല്ല. Oh my God. എന്നോട് പറയാതെ നീ എന്നോടല്ലേ ആദ്യം പറയാം. ഈ ഒരു വീഡിയോ ബാക്ക് പാക്കർ അരുണിമയുടെ ഈ ഒരു വീഡിയോ എല്ലാവരും വൈറലായി പോയതാണ്. എല്ലാവരും കണ്ടു കഴിഞ്ഞൊരു വീഡിയോ ആണ്. അതിലെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ അരുണിമ ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു പാതിരാത്രിയിൽ ഒരു പെൺകൊച്ചിനെ ഇങ്ങനെ അമേരിക്ക പോലൊരു നഗരത്തിൽ ഒറ്റയ്ക്ക് ഇറക്കി വിടുക എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാ ആൾക്കാരും അരുണിമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തൊട്ടടുത്ത ദിവസം അവർക്കവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ജോർജ് എന്ന് പറയുന്ന അദ്ദേഹം അവിടെ നടന്ന സംഭവങ്ങളുടെ വീഡിയോ തെളിവടക്കം പുറത്തുവിട്ട സമയത്ത് സ്വാഭാവികമായിട്ടും ആ ആൾക്കാർ മൊത്തം അരുണിമയ്ക്കെതിരായിട്ട് തിരിഞ്ഞു. ഇങ്ങനെയാണ് ഈ വീഡിയോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ ചില ആൾക്കാർ അരുണിമയെ സപ്പോർട്ട് ചെയ്യുന്നു, ചില ആൾക്കാർ ജോർജ് എന്ന് പറയുന്ന അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. എനിക്കിതിനകത്ത് രണ്ടുപേരുടെ ഭാഗത്തും ശരിയും തെറ്റും ഉള്ളതുപോലെ തോന്നി ചില കാര്യങ്ങൾ. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അമേരിക്ക പോലൊരു രാജ്യത്ത് ചെല്ലുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലുള്ള സിസ്റ്റം അല്ല അവിടുത്തെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ലിഫ്റ്റ് പോലും കൊടുക്കാൻ ആരും തയ്യാറാവില്ല. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള അത്രയും ഭയങ്കര പ്രശ്നങ്ങളുള്ള ഒരു നാടാണതെന്ന് പറയുന്നത് നിലനിൽപ്പിന് വേണ്ടിയിട്ട്. അതിനപ്പുറത്തേക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് ഈ നിത്യേനയുള്ള കാര്യങ്ങൾക്കുള്ള ചിലവുകളെന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ട് കൂടുതലുള്ളൊരു രാജ്യമാണ്. അതിലപ്പുറത്തേക്ക് അവിടെ വളരുന്ന കുട്ടികളെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയൊക്കെ മടിയിൽ കയറി, അതായത് അമ്മയുടെ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്ന അവരുടെ മടിയിൽ കയറി നമ്മൾ ഇരിക്കുക, നമ്മൾ കൊഞ്ചുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതൊന്നും അവിടെ കാണാൻ കഴിയില്ല. അത് അവിടെ ജനിച്ച കുട്ടികളായാലും ഈ മലയാളികൾ അവിടെ ജനിച്ചു കഴിഞ്ഞാലും അത്തരത്തിൽ തന്നെയാണ് സംഭവിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അതേ രീതിക്ക് അവരെ നോക്കിക്കാണാൻ നമുക്ക് കഴിയില്ല. അവരെല്ലാം വെട്ടി തുറന്ന് സംസാരിക്കുന്നതാണ് ഭയങ്കര. പിന്നെ അതിലപ്പുറത്തേക്ക് അവർ സംസാരിക്കുന്ന ഭാഷാ ശൈലി എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന രീതിക്കല്ല അവിടുത്തെ ആക്സെൻ്റ് എന്ന് പറയുന്നത്. അത് ഭയങ്കര റൂഡ് പോലെയാണ് പലപ്പോഴും തോന്നുകയെന്ന് പറയുന്നത്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഇത് കുറേയധികം കാര്യങ്ങളാണ്. അപ്പം സ്വാഭാവികമായിട്ടും വ്യാഴാഴ്ച അവിടെ എത്തിയ ആ പെൺകുട്ടി വ്യാഴം നിന്നു, വെള്ളി നിന്നു, ശനിയാഴ്ച ആ പെൺകുട്ടി അത്രയും ദിവസം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അരുണിമ തന്നെ പറയുന്നു അവിടെ ഒരു ഹോട്ടലിന് $110, അത്രയും ഭയങ്കര എക്സ്പെൻസസ് ആണ് അവിടുത്തെ കാര്യങ്ങളെന്ന് പറയുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ട് ചോദിക്കാം അവിടെ ഉള്ള ആൾക്കാർ എത്രമാത്രം എന്താ പറയുന്നത് ചിലവ് കാര്യങ്ങൾക്ക് വേണ്ടി എത്രത്തോളം പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് ആ ഒറ്റ കാര്യത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒരു വീട് അവിടെ സെറ്റപ്പാക്കി എടുക്കുക, ഒരു കുടുംബം അവിടെ കൊണ്ടുപോകാനൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഫാമിലിയിലേക്ക് നിൽക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ ക്ഷണിക്കുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അത് അരുണിമ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നം ഭയങ്കര വഷളായതിനു ശേഷം അദ്ദേഹത്തിനെ പോലും വൃത്തിയായിട്ട രീതിക്ക് പല ആൾക്കാരും കമൻറ്റ് സെക്ഷനിലൂടെ എന്ന് പറഞ്ഞു അയാൾ ചിലപ്പോൾ വൃത്തിയായിട്ട രീതിക്ക് അരുണിമയെടുത്ത് പെരുമാറി കാണും, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മെസ്സേജിൻ്റെ അടിയിൽ കമൻറ്റിൻ്റെ അടിയിൽ പോലും അരുണിമ പോയിട്ട് ആ ശരി എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കാണുന്ന ആൾക്കാർക്ക് ആ മനുഷ്യൻ ഭയങ്കര തെറ്റായിട്ട് തോന്നും. അത് എനിക്ക് ഭയങ്കര തെറ്റായിട്ടോ മിസ്ലീഡിങ് ആയിട്ടോ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം ഒന്നുമില്ലെങ്കിൽ ഒരു ദിവസമാണെങ്കിൽ 2 ദിവസമായാലും നമുക്ക് സഹായം ചെയ്ത ഒരു മനുഷ്യൻ, ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ കൂടെയുള്ളവർ നമ്മുടെ എങ്ങനെ പെരുമാറിയാലും ആ മനുഷ്യനെ ആ കുടുംബത്തെ വലിച്ചു കീറാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ മര്യാദയുടെ ഭാഗമാണ്. ഇവിടെ
അരുണിമയ്ക്ക് പറ്റിപ്പോയ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ 41 രാജ്യം സഞ്ചരിച്ച അരുണിമയ്ക്ക് എല്ലാ ആൾക്കാരും എത്ര കഠിനമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയ സമയത്ത് സമ്മതിക്കേണ്ട കാര്യമാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച കാര്യത്തിൽ, ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് എന്നൊക്കെ പറയുന്ന സമയത്ത്. അപ്പം ആ സ്ഥലത്തെല്ലാം അതിജീവിച്ച ഒരു പെൺകുട്ടി, പ്രത്യേകിച്ച് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളടക്കം. അപ്പോൾ അവിടെയെല്ലാം എല്ലാവരും സ്നേഹത്തോടെ മാത്രം പെരുമാറുക, നിൽക്കാൻ 4 ദിവസം ഉദ്ദേശിച്ച് ചെല്ലുന്ന ആളെ 6-7 ദിവസം അവിടെ ഉള്ളവർ പിടിച്ചു നിർത്തുക. ഈ ഒരു അനുഭവം മാത്രം നേരിട്ടിട്ടുള്ള അരുണിമയ്ക്ക് സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് ഒരു നാട്ടിൽ ചെല്ലുന്ന സമയത്ത് ആ വീട്ടുകാർ ഇത്ര ദിവസമേ നിൽക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു ഈഗോ അടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ആ ഈഗോയുടെ ആ വിഷമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അരുണിമ നിപ്പിൽ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറയുന്നത്. മേ ബി അരുണിമ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അവരിട്ട വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് ആ പെൺകൊച്ച്, അതായത് കൊച്ചുമകൾ പറയുന്നുണ്ട്, ഞാൻ ഞാൻ ഒരിക്കലും ഇന്ന് രാത്രി ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടില്ല, ഞാൻ മൺഡേ പോകണം, അതിനുള്ള കാര്യങ്ങൾ നാളെ തയ്യാറാക്കണം. ഇതാണ് ആ പെൺകൊച്ചിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്ന് അദ്ദേഹത്തിൻ്റെ, അതായത് ജോർജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൾ പറയുന്നുണ്ട്. ഇതിനിടയിൽ അരുണിമ പറഞ്ഞു വെച്ച കാര്യങ്ങൾ, ഇവർക്കിത് ആ വീട്ടുകാർക്ക് ഇത്രയും ട്രിഗർ ആവാനുള്ള കാര്യം എന്ന് പറയുന്നത്, ആ അപ്പച്ചൻ അവിടെ റെന്റ് കൊടുത്താണ് സ്വന്തം വീട്ടിൽ, അതായത് മോളുടെ വീട്ടിൽ കഴിയുന്നത്, അതിലപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരു വിലയും ഇല്ല എന്ന രീതിക്കാണ് അരുണിമ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു വെക്കുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. ആ നാട്ടിൽ അതാണ് സിസ്റ്റം, അതാണ് രീതി എന്ന് പറയുന്നത്. അവിടെ ബന്ധുക്കാർക്ക് പോലും, ഈ പറയുന്ന റിലേറ്റീവ്സ് അങ്ങനെയുള്ളവർക്ക് പോലും അങ്ങനെ വീടുകളിൽ 2-3 ദിവസം അതിൽ കൂടുതലൊന്നും നിൽക്കുന്ന ഒരു നാടല്ല അതെന്ന് പറയുന്നത്. അത് അങ്ങനെയാണ് അവിടുത്തെ രീതികൾ എന്ന് പറയുന്നത്. ആ ചിലവനുസരിച്ച് അവർ കിടന്ന് കഷ്ടപ്പെടുന്നതും എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ അവിടെ ഭയങ്കര നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെൻസസ് കൂടുതലായതുകൊണ്ട് തന്നെ അതിനനുസരിച്ചാണ് അവരുടെ ജീവിത രീതി പോലും അത്ര റഫായിട്ടാണ് അവർ കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത്. അതിനകത്ത് ഈ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള സ്നേഹത്തിനോ കെയറിങ്ങിനോ ഒന്നും യാതൊരു മൂല്യമോ വിലയോ ഉള്ളൊരു നാടല്ല. അത് ആർക്ക് ചിന്തിച്ചാലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നിപ്പോയൊരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മനുഷ്യനാണ്, ജോർജ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ പെൺകുട്ടി അവിടത്തേക്ക് ക്ഷണിച്ചത്, കൊണ്ടുചെന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അദ്ദേഹം ഇവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലേ, അങ്ങനെയാണോ കൊണ്ടുചെന്നതെന്ന് അറിയില്ല. അതിലപ്പുറത്തേക്ക് അദ്ദേഹത്തിന് തന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തന്നെ മാന്യമായിട്ടുള്ള രീതിയിൽ ആ പെൺകുട്ടി എടുത്ത് പറയായിരുന്നു, നിങ്ങൾ അരുണിമ എൻ്റെ ഇതുപോലെ കൊച്ചിൻ്റെ കൂട്ടുകാർ വരുന്നുണ്ട് വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി, അപ്പം റൂംസൊക്കെ ബാക്കി ആവണം, അതുകൊണ്ട് നാളെ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത്രയും അരുണിമ എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് ഹേർട്ട് ആവില്ലായിരുന്നു. ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി കയറി പറഞ്ഞ സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ ആക്സെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ സംസാര രീതി, ശൈലി വേറൊരു രീതിക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയുന്ന ഒരു കാര്യമല്ല, നമ്മളത് അവരുടെ വീഡിയോയിലും കണ്ടിട്ടുള്ള കാര്യമല്ല. ഈ സംസാരം മാത്രമാണ് അവരും പുറത്തു വിട്ടിട്ടുള്ളത്. അപ്പോൾ മേ ബി ആ പെൺകൊച്ചിന് നേരത്തെ പറഞ്ഞതുപോലെ ആരും ഇറങ്ങി, അതായത് മാറിത്തരണം എന്ന് ആരും പറഞ്ഞിട്ടില്ല ഒരാളും, ഇത്രയും രാജ്യങ്ങൾ സഞ്ചരിച്ചെടുത്ത്. അപ്പം അങ്ങനെ ഒരാൾ പറയുന്ന സമയത്ത് ഉണ്ടായൊരു വിഷമത്തിൻ്റെ ഫലമായിരിക്കും അരുണിമ കാണിച്ച പൊട്ടിത്തെറിയൊക്കെ. പക്ഷെ അതിൻ്റെ ഇടയിൽ അരുണിമ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ 41 കൺട്രി സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്, അല്ല നിങ്ങളെപ്പോലെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയല്ല എന്ന് പറയുന്ന സമയത്ത് അവർക്കത് ട്രിഗർ ആവും. കാരണം അങ്ങനെ പറയേണ്ടത് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്കും അല്ലെങ്കിൽ ആർക്കും തോന്നുന്നൊരു കാര്യമില്ല. അതൊരു അഹങ്കാരത്തിൻ്റെ ചൊവ്വയോടെ പറയുന്നൊരു കാര്യമാണ്. നമുക്ക് 41 കൺട്രി സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗ്യം. അതിലപ്പുറത്തേക്ക് ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സംസ്കാരം. അതിലപ്പുറത്തേക്ക് മറ്റൊരാളെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് അത് പോകുന്ന സമയത്ത് അത് നമ്മുടെ തരംതാഴൽ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടായിരിക്കും അവർക്ക് കൂടുതൽ അത് ട്രിഗർ ആയി പോയത്, ആ പെൺകൊച്ചിന് അല്ലെങ്കിൽ കൊച്ചുമൾക്ക് അവർക്ക് ആയിപ്പോയത്. പക്ഷെ അതിനുശേഷം അപ്പച്ചൻ പറയുന്നുണ്ട്, അവരും പറയുന്നുണ്ട്, ഈ രാത്രി പോകണ്ട അത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. അത് പറയാനുള്ള മാന്യത അവർ കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ഈ ഒരു കാര്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞ സമയത്ത് ആ ജോർജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ കുടുംബം അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അത് തെറ്റായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം ഇതിന് മുന്നേ ആ പെൺകുട്ടി സഞ്ചരിച്ച ഒരു പയ്യൻ്റെ കാര്യം വലിച്ചഴിക്കേണ്ട ഒരു കാര്യം ഇതിനകത്തില്ല. അതിലപ്പുറത്തേക്ക് അവൾ ചെയ്ത കാര്യങ്ങൾക്ക് അവളുടെ കുടുംബത്തെ ഇതിലേക്ക് വലിച്ചഴിക്കേണ്ട ഒരു കാര്യമില്ല. അവൾ ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ, അരുണിമ എന്ന് പറയുന്ന പെൺകുട്ടി തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനകത്ത് അവരുടെ കുടുംബത്തെ പറയുന്ന സമയത്ത് നിങ്ങൾക്കത് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാർ, കാരണം ഇന്ന് നമ്മുടെ ഈ കാലത്തിൽ തെറ്റ് പല കുട്ടികളും ചെയ്യുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്, പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വീട്ടിലുള്ള ഒരു വളർത്തിയതിൻ്റെ ദോഷം കൊണ്ടൊന്നും ആയിരിക്കില്ല പല ആൾക്കാരും തെറ്റായി പോകുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ രീതി എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് 20 വയസ്സുള്ള മോളെ ഒരു പയ്യൻ്റെ കൂടെ കറങ്ങാൻ വിട്ട ഫാമിലി അങ്ങനെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ പറയുന്നവരുടെ സംസ്കാരമാണ് താഴ്ന്നു പോകുന്നതെന്ന് പറയുന്നത്. അത് ഭയങ്കര തെറ്റാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്. അങ്ങനെ ആ വീട്ടുകാരെ വലിച്ചഴിക്കേണ്ട കാര്യം, നമ്മുടെ ഫാമിലി ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് മുറിവേറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ ഫാമിലിയെ കൂടി മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്?
അല്ലെങ്കിൽ അത്രയും നല്ല രീതിക്ക് ചിന്തിക്കുന്നവരാണെങ്കിൽ ആ കുടുംബത്തെ പറയാതിരിക്കാൻ അവർ കണ്ടിട്ടില്ല ഇതുവരെ ആ കുടുംബം എന്താണെന്നോ ഏതാണെന്നോ അവർ എത്തരത്തിലാണ് ഈ പെൺകുട്ടിയെ വളർത്തിയെന്നോ അറിയില്ല. അതിലപ്പുറത്തേക്ക് അമേരിക്ക പോലൊരു രാജ്യത്ത് താമസിക്കുന്ന ഒരു വ്യക്തി 20 വയസ്സുള്ള പെൺകുട്ടി ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് നടക്കുന്ന അല്ലെങ്കിൽ ആൺകുട്ടികളോടൊപ്പം നടത്തുന്നു എന്ന് പറയുന്നതിനെ ഇത്ര തെറ്റായിട്ടുള്ള രീതിക്ക് മിസ്ലീഡിങ് ആക്കുന്ന രീതിക്ക് അല്ലെങ്കിൽ അത് മറ്റൊരു കൾച്ചർ എന്നുള്ള രീതിക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം അവിടെ അമേരിക്കയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് ജീവിക്കുകയും ബാക്കി ഈ പറഞ്ഞ ലിവിങ് ടുഗദർ അടക്കം ചെയ്യുന്ന ഒരു രാജ്യത്തുള്ള അല്ലെങ്കിൽ താമസിക്കുന്ന ഒരാൾ അതിനെ തെറ്റായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പറയുന്ന സമയത്ത് അത് അത്ര നല്ലതായിട്ട് എനിക്കും തോന്നിയ ഒരു കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ രണ്ട് പേരുടെ കാര്യത്തിലും രണ്ട് പേരുടെ രീതിയിലും തെറ്റ് തന്നെ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒന്നാമത്തെ കാര്യം ഇത്രയും എന്ന് പറയുന്നത് ചിലവുള്ള ഒരു രാജ്യത്ത് അതൊന്നും നോക്കാതെ മാക്സിമം പിടിച്ചു നിർത്തി യാത്രകൾ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് അവരെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നാൽ പോലും ഇത്രയും ഇങ്ങനെ അവർക്ക് ചെന്ന് പല സാധനങ്ങളും മേടിച്ച സമയത്ത് തന്നെ അവിടുത്തെ ഒരു റേറ്റ് സിസ്റ്റം മനസ്സിലായതാണ്. അപ്പം അങ്ങനൊരു രാജ്യത്ത് ഇത്രയും തങ്ങളെ ക്ഷണിച്ച് അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും തന്ന ആൾക്കാരെ വീഡിയോയ്ക്ക് മുന്നിലേക്ക് വലിച്ചിടാതെ ഇരിക്കാനുള്ള ഒരു സംസ്കാരം അവർ കാണിക്കണം, അല്ലെങ്കിൽ ഒരു പക്വത അവർ കാണിക്കണം, ഒരു മെച്യൂരിറ്റി അവർ കാണിക്കണമായിരുന്നു. അതൊന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റ്, ഈ രാത്രി എന്നെ ഇറക്കി വിട്ടു എന്ന് പറയുന്നത് തെളിവടക്കം അവരിട്ടപ്പോൾ അത് തെറ്റായി മാറി. അത് സ്വന്തമായിട്ട് തന്നെ കുഴി വെട്ടിയതുപോലെ. ഈ 2 കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് ഞാൻ കുറേ സഞ്ചരിച്ചു, നിങ്ങൾ ലോകം കാണാത്തതിൻ്റെ കുഴപ്പമാണെന്ന് പറയുന്നത്, അങ്ങനെ പറയുന്നത് ശരിയായിട്ട് തോന്നിയില്ല. ഇനി അവരുടെ തെറ്റുകൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വിളിച്ചു വരുത്തിയതാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അതിലപ്പുറത്തേക്ക് അവർ ചെയ്ത തെറ്റെന്ന് പറയുന്നത് ആ പെൺകുട്ടി ചെയ്ത തെറ്റിന് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വളർത്തിയ ദോഷമാണെന്ന് ആ കുടുംബത്തിനെ പറയും. ഒരു ആൺകുട്ടിയോടൊപ്പം ലോകം സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവർ തെറ്റായി പോകുന്നുള്ള രീതിയിലേക്ക് പോകുന്നത് പറയുന്നതും അത് ഭയങ്കര തെറ്റായിട്ടുള്ള രീതിയിൽ തോന്നിയൊരു കാര്യമാണ്. അപ്പം സ്വാഭാവികമായിട്ടും 2 പേരുടെ ഭാഗത്ത് ഒരുപക്ഷെ ഈ പറഞ്ഞ ഇമോഷണൽ ബാലൻസിങ് ശരിയല്ലാതെ വന്നപ്പം വെട്ടി തുറന്ന് പറഞ്ഞു പോയ ചില കാര്യങ്ങളാണ്. അത് എക്സ്പോസ്ഡായി, അത് ആൾക്കാരിലേക്ക് എത്തി, അത് മറ്റൊരു തരത്തിലേക്ക് എത്തി. മേ ബി നമ്മൾ പല റിലേഷൻസും ഇങ്ങനെയൊക്കെ, എല്ലാ റിലേഷൻസും ഏത് ഫാമിലിയിലുള്ളതായാലും എത്ര വലിയ ബന്ധുക്കളായാലും ചെറിയ ബന്ധുക്കളായാലും ഇതുപോലെയൊക്കെ വഴക്ക് മടിയൊക്കെ ഉണ്ടാകുന്നത് സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ചിലരത് വെളിയിലേക്ക് വിടും, ചിലർ വെളിയിലേക്ക് വിടാതിരിക്കും. ഇതുപോലെ ചാനൽസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വെളിയിലേക്ക് വിട്ടാൽ അത് ഈ പറയുന്ന കണക്ക് കാശ് കിട്ടാനുള്ള മറ്റൊരു വഴിയാണ്, ഒരു ഉപാധിയാണ്. അത് ഭയങ്കര ക്ലിക്കാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ വിടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതിനുശേഷം ഇവരൊക്കെ ഒന്നാവും, ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒന്നാവും. അല്ലെങ്കിൽ നമുക്ക് ചിലർക്ക് മാപ്പ് കൊടുക്കുക എന്നൊരു സംഭവമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി മാപ്പ് ചോദിക്കുക എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അവർ ക്ഷമിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ വഴി ബന്ധങ്ങളെല്ലാം വീണ്ടും നിലനിർത്തുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ആ മനുഷ്യൻ ഈ ഒരു ഇതുപോലുള്ളൊരു നാട്ടിലേക്ക് ക്ഷണിച്ചത് ആ മനുഷ്യൻ്റെ മര്യാദയാണ്, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ എന്താ പറയുന്നത് ആ മനുഷ്യനെ കൂടി വലിച്ചിട്ടത് ഭയങ്കര തെറ്റായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആ പെൺകുട്ടിയെക്കുറിച്ച് അത് പറഞ്ഞത്, ആ ഫാമിലി ഇത് പറഞ്ഞത്, 20 വയസ്സുള്ള പെൺകുട്ടി ആൺകുട്ടിയോടൊപ്പം കറങ്ങാൻ പോയി എന്നത് ഫാമിലിയുടെ കൾച്ചറിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ പറയുന്നതും ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ലാസ്റ്റ് വിട്ടുപോയൊരു പോയിന്റ് ഉണ്ട്. അതായത് ഇതിനിടയിൽ വെച്ചിട്ട് അപ്പച്ചനും കൊച്ചുമോളും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നീ എന്തിനാ, ഞാനല്ലേ വിളിച്ചു വരുത്തി, അപ്പം ഞാനല്ലേ പറയേണ്ടതെന്ന് അപ്പച്ചൻ ചോദിക്കുന്ന സമയത്ത് ആ പെങ്കൊച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് എൻ്റെ അപ്പനും അമ്മയും എന്നോട് പറഞ്ഞ കാര്യം ചെയ്യണം, അപ്പച്ചൻ ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ വഷളാക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്ന സമയത്ത് അവിടെ വേറെന്തോ കാര്യം ഉള്ളതുപോലെ ഒരു സൂചന അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്താണെന്നുള്ളത് ചിലപ്പോൾ മേ ബി ആ പെൺകുട്ടിയുടെ ഫ്രണ്ട്സ് വരുന്നത് കൊണ്ട് മാറണം എന്നുള്ളത് ആ പെൺകുട്ടിയെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. അത് ചിലപ്പം അവർക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ആ പെൺകുച്ചിയെ കൊണ്ട് പിന്നെ എന്തിന് പറയിപ്പിച്ചു എന്നൊരു സംഭവം സത്യത്തിൽ അവിടെ കിടപ്പുണ്ട് അതിനുള്ള കാര്യം. അത് അവർക്ക് മാത്രം അറിയുന്നൊരു കാര്യമാണ്. ഈ അരുണിമയ്ക്കും ആ കുടുംബത്തിന് മാത്രം അറിയുന്നൊരു കാര്യമാണ്. പലരും അത് ചോദിച്ച സമയത്ത് അരുണിമ അവർക്കേ അറിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തായാലും ഒരു റിലേഷൻ പെട്ടെന്ന് പൊട്ടിത്തകർന്നു. അത് ഇമോഷണൽ ബാലൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരെ തേച്ചു. പക്ഷേ ഇപ്പോഴും എപ്പോഴും ഇതുപോലെ എന്താ പറയുന്നത് ഒരാളെ സഹായിക്കാൻ കാണിച്ച ആ മനുഷ്യൻ്റെ മനസ്സ് അത് വലുത് തന്നെയാണ്. അതിലപ്പുറത്തേക്ക് ഈ പെൺകുട്ടി എന്ന് പറയുന്നത് സോളോ ട്രിപ്പ് നടത്തുന്ന അല്ലെങ്കിൽ ഇത്രയും നല്ല വലിയ രാജ്യങ്ങളിൽ ഭയങ്കര വെല്ലുവിളി ഉയർത്തുന്ന രാജ്യങ്ങളിൽ പോലും ഇത്തരത്തിൽ യാത്ര ചെയ്യുന്ന ഒരു അതിനുള്ളൊരു കരുത്ത് തൻ്റെ ഇടം കാണിക്കുക എന്ന് പറയുന്നത് സമ്മതിക്കേണ്ട കാര്യമുണ്ട്. പക്ഷെ മെച്യൂരിറ്റി അത് ആ കുട്ടി പറയുന്നത് പോലെ ഭയങ്കര മെച്യൂരിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നാത്തൊരു കാര്യമാണ്. കാരണം മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ സഹായിച്ച ഒരു കുടുംബത്തിനെ മീഡിയയ്ക്ക് മുന്നിലേക്ക് വലിച്ചിഴയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കത്തില്ല.